ഇന്ന് ഞാൻ ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയൊരു സ്പെഷ്യൽ ഡ്രിങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനെ ഗോൺ കത്തേര എന്ന് പറയും. 1 ടേബിൾ സ്പൂൺ ഗോൺ കത്തേര ഇതുപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 7-8 മണിക്കൂർ ഇങ്ങനെ വെച്ചിരിക്കാം. കുതിർന്നു കഴിയുമ്പോഴേക്കും ഇതുപോലെ കിട്ടും. ഇത് ശരിക്കും നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു ഡ്രിങ്കാണ്. അവരാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇതിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബോണിനെ സ്ട്രോങ് ആക്കും. ചൂട് സമയത്ത് ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും. പിന്നെ ഡെലിവറി കഴിഞ്ഞവർക്കും ഇത് വളരെ നല്ലതാണ്. ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന്റെ നാഡി നരമ്പെല്ലാം ഇളകിയിരിക്കുന്ന ടൈമല്ലേ, അപ്പം അതിനുശേഷം അവരുടെ ഹെൽത്ത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ്. 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഈ ഗോൺ കത്തേര എന്ന് പറയുന്ന സാധനം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് അങ്ങനെയും കഴിക്കാം. എല്ലാ പഴങ്ങളും ഇതിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള പഴങ്ങളാണ് ഞാൻ ചേർക്കുന്നത്. ഒരു കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. മധുരത്തിന് ഞാൻ ഷുഗർ ഫ്രീ ആണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. ഈ ഗോൺ കത്തേര എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. പാലൊഴിച്ച് കുടിക്കാം, അല്ലെങ്കിൽ സ്മൂത്തി ആയിട്ടോ ഷേക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാം. ഞാനിത് നാരങ്ങ പിഴിഞ്ഞാണ് കുടിക്കാറ്. ഇതിന് ഗുണങ്ങളുള്ളതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. പീരിയഡ് റെഗുലർ അല്ലാത്തവർ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഉറക്കം കുറവുള്ളവരും ഇത് ഉപയോഗിക്കാൻ പാടില്ല. കുട്ടികൾക്കും ഇത് കൊടുക്കാൻ പാടില്ല. ശ്വാസമുട്ടുള്ളവരും ഇത് ഉപയോഗിക്കാൻ പാടില്ല. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബൈ.